കെ സുധാകരന് വേണ്ടി കണ്ണൂരിൽ പോസ്റ്റർ. DCC ഓഫീസ് പരിസരത്താണ് വ്യാപകമായി പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. സുധാകരനെ ഒതുക്കാൻ ശ്രമിച്ചാൽ പ്രത്യാഘാതമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. കെ സുധാകരൻ കോൺഗ്രസുകാരുടെ വികാരമെന്നും പോസ്റ്റർ. അർജുൻ കല്യാടുണ്ട്. അർജുൻ കല്യാട്, കെ സുധാകരൻ മത്സര സന്നദ്ധത അറിയിച്ച് നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് സുധാകരന് വേണ്ടി പോസ്റ്ററുകൾ ഇറങ്ങുന്നത്. പഴയ നമ്പറാണെങ്കിലും സംഭവം ആക്റ്റീവാണ് അല്ലേ അർജുൻ കല്യാട്? ഡോക്ടർ അരുൺ, തീർച്ചയായിട്ടും കണ്ണൂർ DCC ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ കെ സുധാകരനെ അനുകൂലിച്ചുകൊണ്ട് കെ സുധാകരനെ അവഗണിച്ചാൽ ശക്തമായിട്ടുള്ള വികാരം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഒതുക്കാൻ ശ്രമിച്ചാൽ പ്രത്യാഘാതം ഉണ്ടാകും എന്നുള്ളതാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. കണ്ണൂരിൻ്റെ ലീഡർ കെ സുധാകരനെ മത്സരിപ്പിക്കണം എന്നുള്ളതാണ് ഈ പോസ്റ്ററിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ശക്തമായ രീതിയിലുള്ള വികാരങ്ങൾ അല്ലെങ്കിൽ കെ സുധാകരന് വേണ്ടി നേരത്തെ തന്നെ ഉയർന്നിട്ടുള്ളതാണ്. കെ സുധാകരൻ ആ പോസ്റ്റർ ഒന്ന് വായിച്ചു നോക്കട്ടെ അർജുൻ. കെ സുധാകരന് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ്. ഒതുക്കാൻ ശ്രമിച്ചാൽ പ്രത്യാഘാതമുണ്ടാകും. കെ സുധാകരൻ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ്. ഒതുക്കാൻ ശ്രമിച്ചാൽ പ്രത്യാഘാതമുണ്ടാകും. കണ്ണൂരിൽ ലീഡർ കെ സുധാകരനെ മത്സരിപ്പിക്കുക എന്നുള്ള പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. ആ പോസ്റ്റർ ആരടിച്ചു എന്നൊന്നും പോസ്റ്ററിൽ കാണുന്നില്ല. ഇത്തരം പോസ്റ്ററുകളൊക്കെ വരിക എന്നുള്ളത് സാധാരണ രീതിയിൽ മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ആളുകളെ ഒതുക്കാൻ പാർട്ടിയിലെ ചില ആളുകൾ ശ്രമിക്കുമ്പോൾ ആദ്യം കൊണ്ടുപോയി പോസ്റ്ററുകൾ ഒതുക്കും. എന്നിട്ട് പറയും ഞങ്ങളുടെ ലീഡർ ഇന്നയാൾ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും പോസ്റ്ററുകളൊക്കെ വരിക. ഇത്തരം പോസ്റ്ററുകളൊക്കെ നമ്മൾ ഒരുപാട് ഈ രാഷ്ട്രീയ കേരളം കണ്ടിട്ടുണ്ട് അല്ലേ? കെ സുധാകരൻ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ് എന്നുള്ളതാണ്. അപ്പോൾ അർജുൻ കല്യാട്, ഇതിന് പിന്നിൽ കെ സുധാകരന് പിന്നിൽ കുറച്ച് ആൾക്കാർ അണിനിരന്നിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. നമ്മുടെ റോഷിപാൽ നൽകിയ ഒരു രഹസ്യ വിവരം അനുസരിച്ച് കെ സുധാകരൻ ഒരു നിലപാടെടുത്താൽ ഒപ്പം രാജിവെക്കാൻ തയ്യാറായി ഒരു കൂട്ടരുണ്ടെന്ന് മനസ്സിലാക്കുന്നു അല്ലേ അർജുൻ? ഡോക്ടർ തീർച്ചയായിട്ടും കെ സുധാകരന് വേണ്ടി നേരത്തെ തന്നെ കെ സുധാകരന്റെ സന്തത സഹചാരിയായിട്ടുള്ള ജയന്ത് ദിനേശ് ഉൾപ്പെടെ ഫേസ്ബുക്കിനകത്ത് കുറിപ്പുമായി രംഗത്തെത്തിയതാണ്. അത് തീർച്ചയായിട്ടും കെ സുധാകരന്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് എന്ന് വേണം, അല്ലെങ്കിൽ കെ സുധാകരന്റെ അറിവോടുകൂടി തന്നെ ആയിരിക്കണം എന്ന് വേണം നമുക്ക് കരുതാൻ. DCC ഓഫീസിന്റെ മുന്നിൽ പതിച്ച പോസ്റ്ററുകൾ എന്തായാലും DCC നേതാക്കളൊക്കെ ഇടപെട്ട് അത് നീക്കം ചെയ്തിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിൻ്റെ ഫ്രണ്ട് ഗേറ്റിൽ ഉൾപ്പെടെ ഒരുപാട് പോസ്റ്ററുകൾ പതിച്ചിരുന്നു. പക്ഷേ ആ പോസ്റ്ററുകളൊക്കെ അവിടെ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ നേരെ എതിർവശത്തുള്ള മതിലിൽ പതിച്ച പോസ്റ്ററാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്നലെ രാത്രിയിലാണ് ഇങ്ങനെ ഒരു പോസ്റ്റർ പതിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം കെ സുധാകരൻ്റെ അനുയായികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു. കെ സുധാകരന് നേരത്തെ തന്നെ പല ഘട്ടത്തിലും ഇത്തരത്തിൽ പോസ്റ്ററുകളൊക്കെ കണ്ണൂരിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനമായി KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും കെ സുധാകരനെ മാറ്റിയതിനു പിന്നാലെ പല വേദികളിൽ നിന്നും കെ സുധാകരനെ ഒഴിവാക്കുന്നു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. ആ ഘട്ടത്തിലും കെ സുധാകരന് വേണ്ടി ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ, ശക്തമായ രീതിയിലുള്ള പോസ്റ്ററുകളൊക്കെ ആ സമയത്തുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ DCC ഓഫീസിന് തൊട്ട് മുന്നിലുള്ള മതിലിലാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഡോക്ടർ താങ്ക് യു. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ കെ സുധാകരന് വേണ്ടി ഒരുപാട് പേര് പോസ്റ്റർ എഴുതിയും അതല്ലാതെയും ഒക്കെ സജീവമായ രംഗത്തുണ്ട്. കെ സുധാകരൻ പറഞ്ഞു എനിക്ക് കണ്ണൂരിൽ മത്സരിക്കണം, അതിനകത്തൊരു മാറ്റമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. കെ സുധാകരൻ എങ്ങനെ പറഞ്ഞപ്പോൾ മത്സരിക്കാൻ താല്പര്യപ്പെട്ട് അടൂർ പ്രകാശ് വരുന്നു, പുളിക്കുന്നിൽ സുരേഷ് വരുന്നു, ഷാഫി പറമ്പിൽ വരുന്നു, MK രാഘവൻ